നമസ്കാരം. ഒന്നാലോചിച്ചു നോക്കൂ, പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ, നമുക്ക് കാണാൻ പോലും പറ്റാത്ത കണികകളൊക്കെ ഒരു വലിയ ബില്യാർഡ്സ് കളിയിലാണെന്ന്. വെറുതെ തട്ടിത്തെറിച്ചു പോവുകയല്ല, അതിനൊരു നിയമപുസ്തകമുണ്ട്. ഇന്ന് നമ്മൾ ആ നിയമപുസ്തകത്തിലേക്കാണ് ഒന്നെത്തിനോക്കാൻ പോകുന്നത്. അതെ, അണുകണങ്ങളുടെ കൂട്ടിടുകളെ നിയന്ത്രിക്കുന്ന ആ നിയമങ്ങൾ. അപ്പോ ഈ കുഞ്ഞൻ കണികകളൊക്കെ കൂട്ടിമുട്ടുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? എല്ലാം ഒരുതരം ഭാഗ്യപരീക്ഷണം പോലെയാണോ, അതോ കൃത്യമായ നിയമങ്ങളുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇതിന് പിന്നിൽ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ലളിതവും ഭംഗിയുള്ളതുമായ ചില നിയമങ്ങളുണ്ട്. നമുക്കതൊന്ന് കണ്ടുപിടിക്കാം, അല്ലേ? അതെ, ഇത് വെറുമൊരു തോന്നലല്ല, ഇതൊരു തരം കോസ്മിക് ബില്യാർഡ്സ് കളി തന്നെയാണ്. ഓരോ കൂട്ടിയിടിക്കും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അപ്പൊ പിന്നെ വൈകിക്കേണ്ട, നമുക്ക് ആ റൂൾ ബുക്കിലെ ആദ്യത്തെ പേജൊന്ന് മറിച്ചു നോക്കാം. ഓക്കേ, അപ്പൊ തുടങ്ങുന്നതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നമ്മളിവിടെ എല്ലാതരം കൂട്ടിയിടികളെപ്പറ്റിയും സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ കളിക്കളം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഏരിയ, കുറഞ്ഞ ഊർജ്ജമുള്ള പ്രതിപ്രവർത്തനങ്ങളാണ്. എന്തിനാണ് ഇങ്ങനൊരു വേർതിരിവെന്നല്ലേ? കാരണം അത് നമ്മുടെ നിയമങ്ങളെയൊക്കെ നല്ല സിമ്പിളാക്കും. അപ്പൊ എന്താണ് ഈ കുറഞ്ഞ ഊർജ്ജമെന്ന് പറഞ്ഞാൽ? ഇതിനൊരു കണക്കുണ്ട്. ഒരു ന്യൂക്ലിയോണിന് ഏകദേശം 10 MeV, അതായത് മെഗാ ഇലക്ട്രോൺ വോൾട്ട്, അല്ലെങ്കിൽ അതിൽ താഴെ. ഈ 10 MeV എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഖ്യയാണെന്ന് തോന്നാം. പക്ഷേ കണികകളുടെ ലോകത്ത് ഇതൊരു സാധാരണ വേഗതയാണ്. അവരൊന്നും പ്രകാശവേഗതയുടെ അടുത്തുപോലും എത്തുന്നില്ല. അപ്പോ ഈ കുറഞ്ഞ ഊർജം എന്ന് പറഞ്ഞ് ഒരു അതിരുവെക്കുന്നത് ശരിക്കും ഒരു സൂത്രപ്പണിയാണ്. എന്തിനാണെന്നോ? ഐൻസ്റ്റീൻ്റെയൊക്കെ തലപുകിക്കുന്ന ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ വലിയ വലിയ കണക്കുകൂട്ടലുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. സാധാരണ ഫിസിക്സ് മതി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റൂൾ ബുക്ക് വളരെ ലളിതമാക്കാനുള്ള ഒരു എളുപ്പവഴിയാണത്. ശരി, കളി തുടങ്ങാനുള്ള സ്റ്റേജൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഈ കളിയുടെ സ്കോർ കീപ്പറെ പരിചയപ്പെടാം. പേര് ക്യൂ മൂല്യം. ഓരോ കൂട്ടിയിടി കഴിയുമ്പോഴും ഊർജം കൂടിയോ കുറഞ്ഞോ എന്ന് കൃത്യമായി കണക്കുവെക്കുന്നത് ഇയാളാണ്. ഈ ക്യൂ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, കളിയുടെ റിസൾട്ട് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഐൻസ്റ്റീന്റെ സൂപ്പർഹിറ്റ് സമവാക്യം E=mc² രംഗപ്രവേശം ചെയ്യുന്നത്. ഈ ക്യൂ മൂല്യം എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? കൂട്ടിയിടിക്ക് മുൻപുള്ള ആകെ പിണ്ഡവും കൂട്ടിയിടിക്ക് ശേഷമുള്ള ആകെ പിണ്ഡവും തമ്മിലുള്ള വ്യത്യാസം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കുറച്ച് പിണ്ഡം അങ്ങോട്ട് അപ്രത്യക്ഷമായി ഊർജ്ജമായി മാറും, അല്ലെങ്കിൽ ഊർജ്ജം കൂടിച്ചേർന്ന് പുതിയ പിണ്ഡമായി രൂപപ്പെടാം. ഈ അത്ഭുതകരമായ മാറ്റത്തിന്റെ അളവാണ് ക്യൂ മൂല്യം. ഇനിയിപ്പോ പിണ്ഡം അളക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു വഴിയുണ്ട്. കണികകളുടെ ചലനം നോക്കിയാൽ മതി, അതായത് അവയുടെ കൈനറ്റിക് എനർജി. കൂട്ടിയിടി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന കണങ്ങളുടെ ആകെ ചലന ഊർജ്ജത്തിൽ നിന്ന് വന്നിടിച്ച കണത്തിന്റെ ഊർജ്ജം കുറച്ചാൽ മതി. ഏതു വഴിക്ക് പോയാലും നമ്മൾ ഒരേ സ്ഥലത്തെത്തും, ഊർജ്ജത്തിന്റെ ആകെ കണക്കെടുപ്പിലേക്ക്. ഈ ക്യൂ മൂല്യത്തിന്റെ ഏറ്റവും രസകരമായ കാര്യം അതിന്റെ ചിഹ്നമാണ്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് ഒരു രഹസ്യ കോഡ് പോലെയാണ്. ആ ഒരൊറ്റ ചിഹ്നം നോക്കിയാൽ മതി, ആ കൂട്ടിയിടിയിൽ ഊർജം പുറത്തേക്ക് വന്നോ അതോ അകത്തേക്ക് പോയോ എന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാം. അപ്പോ ആകെ രണ്ട് സാധ്യതകളേയുള്ളൂ. ഒന്നുകിൽ എക്സോജിക്. എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നോർത്താ മതി, ഊർജം പുറത്തേക്ക് വരുന്ന പ്രതിപ്രവർത്തനം. അല്ലെങ്കിൽ എൻഡോജിക്. എൻഡോ എന്നാൽ അകത്തേക്ക്, അതായത് ഊർജം ഉപയോഗിക്കുന്ന പ്രതിപ്രവർത്തനം. വളരെ സിമ്പിൾ. ക്യൂ പോസിറ്റീവാണോ ഊർജം പുറത്തേക്ക് വരും, ക്യൂ നെഗറ്റീവാണോ ഊർജം അകത്തേക്കെടുക്കും. അപ്പോ ക്യൂ പോസിറ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞൻ സ്ഫോടനം നടക്കുകയാണ്. കൂട്ടിയിടി കഴിയുമ്പോൾ ആകെ പിണ്ഡം ഒരൽപ്പം കുറയും. ആ കാണാതായ പിണ്ഡം എങ്ങോട്ടും പോയതല്ല, അത് മുഴുവൻ ചലന ഊർജ്ജമായി മാറി. എന്നിട്ടോ പുതുതായി ഉണ്ടായ കണികകൾക്ക് ആ ഊർജ്ജം കിട്ടി, അവരങ്ങ് അതിവേഗത്തിൽ പാഞ്ഞുപോകും. ഇനി ക്യൂ നെഗറ്റീവ് ആണെങ്കിലോ? നേരെ തിരിച്ചാണ് കഥ. ഇവിടെ കൂട്ടിയിടി ഊർജ്ജത്തെ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. വന്നിടിച്ച കണികയുടെ വേഗതയുടെ, അതായത് അതിന്റെ ഊർജ്ജത്തിന്റെ ഒരു പങ്ക് ഈ പ്രതിപ്രവർത്തനം മോഷ്ടിക്കും. എന്തിനാ? പുതിയ പിണ്ഡമുണ്ടാക്കാൻ വേണ്ടി. സ്വാഭാവികമായും പുറത്തേക്ക് വരുന്ന കണികകൾക്ക് ഊർജ്ജം കുറവായിരിക്കും, അവയുടെ വേഗതയും കുറയും. പക്ഷേ ഈ ഊർജം വലിച്ചെടുക്കുന്ന പ്രതിപ്രവർത്തനങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. അവയ്ക്കൊരു നിബന്ധനയുണ്ട്. ആർക്കു വേണമെങ്കിലും വന്ന് ഈ കളിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഒരു എൻട്രി ഫീ കൊടുക്കണം, ഒരു പ്രവേശന വിലയുണ്ട്. അതെ, ഒരു എനർജി ടോൾ ബൂത്ത് പോലെയാണിത്. പ്രതിപ്രവർത്തനം എന്ന ഹൈവേയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വന്നിടിക്കുന്ന കണികയുടെ കയ്യിൽ മിനിമം ടോൾ കൊടുക്കാനുള്ള ഊർജ്ജം വേണം. കയ്യിൽ കാശില്ലെങ്കിൽ ടോൾ ഗേറ്റ് തുറക്കില്ലല്ലോ.
അതുപോലെ തന്നെ ആവശ്യത്തിന് ഊർജ്ജമില്ലെങ്കിൽ പ്രതിപ്രവർത്തനം എന്ന സംഭവമേ നടക്കില്ല. ഈ പ്രവേശനവിലയ്ക്ക് ശാസ്ത്രലോകം ഒരു പേരിട്ടിട്ടുണ്ട്: ത്രെഷോൾഡ് എനർജി. പ്രതിപ്രവർത്തനം നടക്കാനായി ഒരു കണികയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഊർജ്ജം. ഇതൊരു താക്കോല് പോലെയാണ്. ആ മിനിമം ഊർജ്ജം എന്ന താക്കോൽ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പ്രതിപ്രവർത്തനത്തിന്റെ വാതിൽ തുറക്കുകയുള്ളൂ. അപ്പം മൊത്തത്തിലെ സംഭവം ഇതാണ്: ഒരു കണിക വന്നിടിക്കുന്നു. ആ പ്രതിപ്രവർത്തനത്തിന് നടക്കാൻ കുറച്ച് ഊർജ്ജം വേണം. വന്ന് ഇടിക്കുന്ന കണികയുടെ കയ്യിൽ ആ ഊർജ്ജനഷ്ടത്തെ നികത്താനും പിന്നെ പ്രതിപ്രവർത്തനം നടത്താനും വേണ്ടത്ര ഊർജ്ജമുണ്ടോ? അതുണ്ടെങ്കിൽ മാത്രം, ആ കടമ്പ കടന്നാൽ മാത്രം പ്രതിപ്രവർത്തനം നടക്കും. അപ്പോൾ ഒരു ചോദ്യം വരാം. ഊർജ്ജം പുറത്തേക്ക് വിടുന്ന പ്രതിപ്രവർത്തനങ്ങളുടെ കാര്യമോ? അതായത് പോസിറ്റീവ് ക്യൂ മൂല്യമുള്ളവ. അവയ്ക്ക് ഈ ടോൾ ബൂത്ത്സ് ഒന്നും ബാധകമല്ല. അവിടെ എൻട്രി ഫ്രീ ആണ്. ഒരു തടസ്സവുമില്ല. എത്ര ചെറിയ ഊർജ്ജവുമായി വരുന്ന കണികയ്ക്കും ആ പ്രതിപ്രവർത്തനം നടത്താം. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തിൽ ഇത്തരം പ്രതിപ്രവർത്തനങ്ങൾ വളരെ സാധാരണമായി കാണപ്പെടുന്നത്. ഓക്കേ, അപ്പോ നമ്മൾ കളിയുടെ നിയമങ്ങളൊക്കെ പഠിച്ചു. ക്യൂ മൂല്യം, ത്രെഷോൾഡ്, കൊള്ളാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യം? ഇത് വെറുതെ പുസ്തകത്തിൽ പഠിക്കാനുള്ള ഒന്നല്ല. ഈ നിയമങ്ങൾ ശാസ്ത്രജ്ഞർക്ക് അദൃശ്യമായ അണുലോകത്തേക്ക് നോക്കാനുള്ള ഒരു ജാലകം പോലെയാണ്. ഈ നിയമങ്ങളുണ്ടല്ലോ, ഒരു ഡിറ്റക്റ്റീവിന്റെ കയ്യിലെ ടൂൾ കിറ്റ് പോലെയാണ്. ഒരു കൂട്ടിയിടി കഴിഞ്ഞ് പുറത്തേക്ക് തെറിച്ചുപോകുന്ന കണികകളുടെ വേഗതയും ദിശയും മാത്രം അളന്നാൽ മതി. അത് വെച്ച് അണുവിനുള്ളിലെ, അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ വരെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ന്യൂക്ലിയസിന്റെയും കൃത്യമായ ഭാരം എത്രയാണെന്ന് കണക്കാക്കാം. അവയുടെ ഉള്ളിലെ എനർജി ലെവലുകൾ എങ്ങനെയാണെന്ന് ഒരു മാപ്പ് പോലെ വരച്ചെടുക്കാം. എല്ലാം ഈ നിയമങ്ങൾ ഉപയോഗിച്ചാണ്. അതെ, ഈ ഉദ്ധരണിയിൽ പറയുന്നതാണ് ഇതിന്റെ എല്ലാം സാരാംശം. കൈനമാറ്റിക്സ് ശരിക്കും ഒരു പാലം പണിയുകയാണ്. എന്തിനെയൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ലാബില് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളെ, അതായത് കണികകളുടെ വേഗത, ദിശ, ഇവയൊക്കെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്ന ലോകവും നേരിട്ട് കാണാൻ കഴിയാത്ത അണുലോകവും തമ്മിലുള്ളൊരു പാലം. അപ്പോൾ അണുകണങ്ങളുടെ ഈ കോസ്മിക് ബില്യാർഡ്സ് കളിയുടെ ചില അടിസ്ഥാന നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇവ വെറും നിയമങ്ങളല്ല, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന കോഡുകളാണ്. ഈ കോഡുകൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഊർജ്ജത്തിന്റെയും പദാർത്ഥത്തിന്റെയും തലത്തിൽ എന്തെല്ലാം പുതിയ വാതിലുകളായിരിക്കും നമുക്ക് മുന്നിൽ തുറന്നുകിട്ടുക? അതൊന്ന് ആലോചിച്ചു നോക്കൂ.